ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സഭയെ പഠിപ്പിച്ചു തന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ മരണാനന്തര ജീവിതമെല്ലാം ഈശോയാണ് സഭയ്ക്ക് പറഞ്ഞു തന്നത്. ഈ പോയമാറ്റൽ മൂടിയോ അതായത് മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളുടെ ഈശോ വീണ്ടും അത് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം 1:3 നാം കാണുന്നു. പീഡാനുഭവത്തിന് ശേഷം ഈശോ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് 40 ദിവസം അവരെ പഠിപ്പിച്ചു. എന്തെല്ലാമാണ് ഈശോ പഠിപ്പിച്ചത്? ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ച്, കുദാശകളെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ഇവയെക്കുറിച്ചെല്ലാമാണ് ഈശോ പഠിപ്പിച്ചത്. അതെപ്പോൾ എങ്ങനെ പഠിപ്പിച്ചതെന്നെല്ലാം ഈശോ ഈ പുസ്തകത്തിൽ ഈ പോയമാറ്റൽ ഉമോഡിയോ അതായത് മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ നമുക്ക് വീണ്ടും പറഞ്ഞു തന്നിരിക്കുന്നു, സഭയ്ക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. സഭ ഇത് അംഗീകരിച്ചതാണ്. ഇന്ന് പലരും ആ പുസ്തകങ്ങളെടുത്ത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അത് പാടില്ല. ഈശോയാണ് സഭയ്ക്ക് ഇത് തന്നത്, അതിൽ തെറ്റില്ലെന്ന് 12-ാം പീയൂസ് മാർപ്പാപ്പ അംഗീകരിച്ചതാണ്. അത് ഈശോയുടെ 2ാം വരവിന് മുമ്പായി ഈ കാര്യങ്ങൾ, അന്ന് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഈശോ സഭയ്ക്ക് പറഞ്ഞു തന്നതാണ്. അത് തൻ്റെ അന്ത്യവിധിക്ക് മുമ്പായി ഇത് സഭ അറിയണം, ലോകം അറിയണം. അതിനുശേഷമാണ് വിധിയാളനായി ഈശോ വരുന്നതെന്ന് ഈശോ പറയുന്നു. ഇതെല്ലാം പ്രഘോഷിക്കപ്പെടണമെന്ന് ഈശോ പറയുന്നു. പിന്നെ ഈശോ ഇങ്ങനെ പഠിപ്പിക്കുന്നു. സമരസഭ, സഹനസഭ, വിജയസഭ ഇവയെക്കുറിച്ചെല്ലാം ഈശോ തന്നെയാണ് സഭയ്ക്ക് പറഞ്ഞു തന്നത്. 12 അപ്പസ്തോലന്മാർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു, അവർ വീണ്ടും സഭയ്ക്ക് കൈമാറി. സഭ സമയത്തിൻ്റെ തികവിൽ അത് അംഗീകരിച്ചു എന്നേ ഉള്ളൂ. പിന്നെ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ച് ഈശോ തന്നെയാണ് ഇത് സഭയ്ക്ക് പഠിപ്പിച്ചു തന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നത് അതിവിശുദ്ധരും രക്തസാക്ഷികളും നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഈശോ പഠിപ്പിച്ചു. കാരണം രക്തസാക്ഷികൾ അവരുടെ സ്നേഹം മൂലവും വിശ്വാസം മൂലവും സാക്ഷ്യം മൂലവും അവർ ഈശോയ്ക്ക് സ്വർഗത്തിലേക്ക് പോകും മരിച്ച ഉടനെ. അതിവിശുദ്ധരും ബാക്കിയുള്ളവരെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകണമെന്ന് ഈശോ പഠിപ്പിച്ചു. പിന്നെ നരകം ഉണ്ടെന്നും ഈശോ പഠിപ്പിച്ചു. യൂദാസിൻ്റെ ആത്മാവ് നരകത്തിലാണെന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. കാരണം യൂദാസ് പ്ലാൻ ചെയ്തതാണ്. 3 വർഷക്കാലം കൊണ്ട് പ്ലാൻ ചെയ്തതെന്നൊക്കെ ഈശോ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും സ്വതന്ത്ര മനസ്സിന് ഉടമകളായ നാമും സ്വർഗം, നരകം തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് യുദാസിൻ്റെ ജീവിതം നമ്മൾ പ്രത്യേകം പഠിക്കണമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. ഇതെല്ലാം വ്യക്തമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചും തനത് വിധിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചെല്ലാം ഈശോ നമുക്ക് വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം സഭയ്ക്ക് ഈശോ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. സഭ അത് അംഗീകരിച്ചു എന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ പുസ്തകങ്ങളിലൂടെ ഈശോ നമുക്ക് ഇതെല്ലാം വ്യക്തമാക്കി തന്നത്. ഇതെല്ലാം സഭ സ്വീകരിച്ച് പ്രഘോഷിക്കപ്പെടണം. എന്നിട്ട് മാത്രമേ ഈശോയുടെ അന്ത്യവിധി ഉണ്ടാവുകയുള്ളൂ എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹവേ മരിയ. താങ്ക് യു.